ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഈ നെയ്മാർട്ടിനെ ഫ്രെയിം ഇല്ലാതെ എങ്ങനെ സേഫായിട്ട് കൊറിയർ അയക്കാൻ നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് 4 kg കനത്തിലുള്ള 2 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള അളവിലേക്ക് നമ്മളിപ്പോൾ ഈ ഡ്രോയിങ് ഇങ്ങനെയാണല്ലോ ചുരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് കൃത്യം പേപ്പറിൻ്റെ അളവ് വേണ്ട, ഒരു 1/2 ഇഞ്ച് അങ്ങോട്ടും 1/2 ഇഞ്ച് ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സേഫാക്കി കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്ത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കാർട്ടൻ്റെ പീസാണ്. ഈ കാർട്ടൻ്റെ പീസ് നമുക്ക് 2 സൈഡിൽ നിന്നും ഒന്ന് അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാർട്ടൻ്റെ പീസ് ഒരു പേന ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് അതിനൊരു ഫ്ലാപ്പ് പോലെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള PVC ആയി, അതേപോലെ തന്നെ കാർട്ടൺ കട്ട് ചെയ്ത് 2 പീസായി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെയ്മാർട്ടിനെ നല്ല വൃത്തിക്ക് ചുരുട്ടിയെടുക്കുക. നമ്മുടെ കയ്യിൽ ചെളിയോ കാര്യങ്ങളൊന്നും പാടില്ല, സേഫായിട്ട് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ഈ പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ട് ഇതെല്ലാ സ്റ്റേഷനറി കടകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വളരെ ഗുണമുള്ളൊരു പ്രൊഡക്റ്റാണ്. എല്ലാവരും വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇതേപോലെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം PVCയുടെ അകത്തോട്ട് കയറ്റുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ലൂസായിരിക്കും. അപ്പോൾ നമ്മളൊരു സെല്ലോ ടേപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സേഫാക്കി പാക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാട്ടൺ പീസാണ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഫ്ലാപ്പ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഫ്ലാപ്പ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പുറത്തേക്ക് ഇട്ടിരുന്നത് കേട്ടോ. നമ്മുടെ PVC പാക്കിങ് കഴിഞ്ഞിട്ടില്ല. ഒന്നും കൂടി അതിനെ ഒരു വൈറ്റ് പേപ്പറിൽ നിന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം ബ്രൗൺ ടേപ്പ് വെച്ച് അതിൻ്റെ 2 സൈഡുകളും നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കസ്റ്റമർ എന്ന അഡ്രസ്സ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്. പിന്നെ അതിനെ നമ്മൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കൊറിയർ ചെയ്യാം. 150 ഗ്രാം ആട്ടോ വെയിറ്റ് വരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.